അപ്പോൾ ഭൂമി തിരിയുന്നു. ഭൂമി തിരിയണമെങ്കിൽ തിരിയാത്ത എന്തെങ്കിലും അടിയിൽ വേണ്ടേ? വേണം. ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടം ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ താഴെ അല്ലെങ്കിൽ അതിൻ്റെ എവിടെയെങ്കിലും ഇതിനെ ചുറ്റിപ്പിക്കുന്ന ഒരു ഐറ്റം വേണം. അതിനെയാണ് ഗോഡ് എന്ന് പറയുന്നത്. അതാണ് ഐ പ്ലസ് ഇൻസൈഡ് മീ, ഞാനും എൻ്റെ ആന്തരികമായതിനെക്കുറിച്ചും ഉള്ള പഠിക്കലാണ് സ്പിരിച്വലിസം. ചക്രാസ് നമ്മുടെ ബോഡിയിൽ 7 ചക്രാസിന് അല്ലെങ്കിൽ അങ്ങനെ ചക്രാസിനെ കൺട്രോൾ ചെയ്യുകയും അതിനെ അവരുടെ നിയന്ത്രണത്തിലാക്കുകയും ഒരു സിക്സ് സെൻസ് എന്നുള്ള രീതിയിലോട്ടൊക്കെ മാറിപ്പോവുകയും ചെയ്യുന്ന അത് സാധാരണ മനുഷ്യർക്ക് സാധ്യമായിട്ടുള്ള കാര്യം. എല്ലാവർക്കും സാധ്യമാണ്. അതെങ്ങനെയാണ് അങ്ങനൊരു? ഇതിപ്പോൾ സ്ഥൂല ശരീരം, എൻക്വയർ യുവർ സെൽഫ് എന്നാണ്. എൻക്വയറി ടു ദ സെൽഫ്, സ്വയം മനസ്സിലാക്കുക. എൻക്വയറി ടു ദ സെൽഫിൽ പോകുമ്പോൾ അത് തന്നെയാണ് ബ്രഹ്മാണ്ടത്തിൻ്റെ പ്രിമോഡിയൽ എനർജി, ഓൾമൈറ്റി എന്ന് മനസ്സിലാവും. അപ്പോൾ ഭൂമി തിരിയുന്നു. ഭൂമി തിരിയണമെങ്കിൽ തിരിയാത്ത എന്തെങ്കിലും അടിയിൽ വേണ്ടേ? വേണം. ഓടുന്ന സിനിമ ഓടുന്നതായിട്ട് തോന്നണമെങ്കിൽ ഓടാത്ത ഒരു സ്ക്രീൻ ഉണ്ടായിരിക്കണം. എന്ന പോലെ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടം ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ താഴെ അല്ലെങ്കിൽ അതിൻ്റെ എവിടെയെങ്കിലും ഇതിനെ ചുറ്റിപ്പിക്കുന്ന ഒരു ഐറ്റം വേണം. അതിനെയാണ് ഗോഡ് എന്ന് പറയുന്നത്. അതിനെയാണ് ദൈവം. അപ്പോൾ അതിനെ പല പേരുകളിലും പല ഭാഷകളിലും പല വ്യാഖ്യാനങ്ങളിലും നമ്മൾ ആരാധിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അതാണ് ഐ പ്ലസ് ഇൻസൈഡ് മീ, ഞാനും എൻ്റെ ആന്തരികമായതിനെക്കുറിച്ചും ഉള്ള പഠിക്കലാണ് സ്പിരിച്വലിസം. ഇപ്പോൾ ഇത് എൻ്റെ ഒരു ക്യൂരിയോസിറ്റി, എൻ്റെ ഒരു ഇതിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പല സ്വാമിമാരാണെങ്കിലും പല ആത്മീയ ഗുരുക്കളാണെങ്കിലും ഈ നമ്മുടെ ബോഡിയിൽ 7 ചക്രാസിന് അല്ലെങ്കിൽ അങ്ങനെ ചക്രാസിനെ കൺട്രോൾ ചെയ്യുകയും അതിനെ അവരുടെ നിയന്ത്രണത്തിലാക്കുകയും ഒരു സിക്സ് സെൻസ് എന്നുള്ള രീതിയിലോട്ടൊക്കെ മാറിപ്പോവുകയും ചെയ്യുന്ന അത് സാധാരണ മനുഷ്യർക്ക് സാധ്യമായിട്ടുള്ള കാര്യം. എല്ലാവർക്കും സാധ്യമാണ്. അതെങ്ങനെയാണ് അങ്ങനൊരു? ഇതിപ്പോൾ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്ന 3 ശരീരങ്ങളുണ്ട്. കോസൽ ബോഡി എന്ന് പറയുന്നതാണ് കാരണ ശരീരം. ഇത് വളരെ സൂക്ഷ്മമാണ്. സട്ടിൽ ബോഡിയാണ് സൂക്ഷ്മ ശരീരം. ഗ്രോസ് ബോഡിയാണ് വെളിയിൽ നമ്മൾ ബാഹർദിക്ത വെളിയിൽ കാണുന്ന എല്ലാവരും. ഗ്രോസ് ബോഡിയെ ഉപയോഗിച്ചുകൊണ്ട് സട്ടിൽ ബോഡിയെയും കോസൽ ബോഡിയെയും ഒരു ലിമിറ്റ് വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആ പ്രക്രിയയാണ് ഇപ്പോൾ ആന്തരികമായി സൂക്ഷ്മ ശരീരത്തിലെ ആധാരചക്രങ്ങളെയാണ് നിയന്ത്രിക്കുന്നത് എങ്കിലും ബാഹ്യമായ സ്ഥൂല ശരീരത്തിലുള്ള നിങ്ങൾ അവിടെ പ്രസൻ്റ് ആയിരിക്കണം. അതെ. എനിക്ക് പോയിട്ട് മറ്റൊരു ശരീരത്തിൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ 3 ശരീരങ്ങളിലെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ട് യു സേ ഫോർ ദാറ്റ് സ്പിരിച്വൽ ട്രെയിനിങ് അല്ലെങ്കിൽ സ്പിരിച്വൽ സിസ്റ്റം ഓഫ് പ്രാക്ടീസാണ്. അത് ബേസ്ഡ് ഓൺ ദ ഹെൽത്ത്, ബേസ്ഡ് ഓൺ ദ പ്ലേസ്, ബേസ്ഡ് ഓൺ ദ എഡിബിൾസ് ദാറ്റ് യു ഈറ്റ്. ഇപ്പോൾ നമ്മൾ 6 ആധാരചക്രങ്ങളെയും തുറക്കുമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല. ബിക്കോസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ളതായ ഐറ്റങ്ങൾ കഴിച്ചുകൊണ്ട് ഇത് സാധ്യമല്ല. അതിസൂക്ഷ്മമായതായ പെറ്റൽസ് ഉള്ളതായ പ്രദേശങ്ങളാണ് ഈ ആധാരചക്രങ്ങളെല്ലാം തന്നെ. അത് സുഷുമ്നാ നാഡിയിലാണ് സൂക്ഷ്മമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അത് എനർജി മോഡ്യൂൾസുമായി ബന്ധപ്പെട്ടിട്ട് ഓപ്പൺ ആകാൻ പറയുമ്പോഴേ ഓപ്പൺ ആവും, അല്ലാതെ തിരഞ്ഞെടുത്ത് നോക്കിയിട്ട് സാധ്യമല്ല. അപ്പോൾ അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രാക്ടീസ്, പ്രത്യേകിച്ച് യോഗിക് സയൻസിൻ്റെ ഉള്ളിൽ പാതഞ്ജലി മഹർഷി പറയുന്നതായ ആസന 192 മന്ത്രങ്ങളിലുള്ള ആസനാദികളല്ല. പാതഞ്ജലി മഹർഷി ഒരു ആസനത്തെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. സ്ഥിരസുഖം ഇത് ആസനം എന്നാണ്. കംഫർട്ട്, ദാറ്റ് വിച്ച് മേക്സ് യു കംഫർട്ടബിൾ ഫോർ മോർ ടൈം വിത്തൗട്ട് എനി ഡിസ്ട്രക്ഷൻ ഓർ വിത്തൗട്ട് എനി ഡീവിയേഷൻ ഓർ വിത്തൗട്ട് എനി ഡിസ്റ്റോർഷൻ. അതിനെയാണ് കംഫർട്ടബിൾ പോസ് അല്ലെങ്കിൽ ആസനം എന്ന് പറയുന്നത്. അതിൽ നിന്ന് പിന്നീട് പല ആചാര്യന്മാരും 10-84 ടൈപ്പ് ഓഫ് ആസനങ്ങൾ ഉണ്ടാക്കി എന്നതാണ്. ക്യാൻ മേക്ക് ഇറ്റ്.
പക്ഷേ പാതഞ്ജലി മഹർഷി ഒരിടത്തും തൻ്റെ 192 സൂത്രങ്ങളിലും പറയുന്നില്ല. അപ്പോൾ അവിടെ എല്ലാം തന്നെ യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. യോഗ എന്നത് ചിത്തവൃത്തികളെ ആന്തരികമായ ശക്തി കൊണ്ട് ബാഹ്യമായ ചിത്തവൃത്തികളെ നിരോധിക്കുക എന്നാണ്, എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യുക. അപ്പോൾ റെഗുലേഷൻ ഓഫ് ലൈഫാണ് യോഗ, അല്ലാതെ തലകീഴായി നിൽക്കലല്ല. മനസ്സിലായി? അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പിരിച്വൽ മാസ്റ്റേഴ്സ് അവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പലതരത്തിലുള്ളതായ സാധനകൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ലൈക്ക് ഡോക്ടർഷിപ്പ്. ഇത് പ്രാക്ടീസ് ഓഫ് ഡോക്ടറിനാണ്, സ്പിരിച്വൽ ഡോക്ടറിൻസാണ് ഇതെല്ലാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ലോകത്തിൽ പലരും പല ടൈപ്പ് ഓഫ് ഇതിൽ നീങ്ങുന്നു എന്നേ ഉള്ളൂ. മറിച്ച് ഇതൊന്നുമില്ലാത്തതായ ഒരമ്മ ഭഗവതി എൻ്റെ പൊങ്കൽ കഴിക്കണേ എന്ന് പറഞ്ഞ് അവിടെ വെച്ചാൽ ആ പൊങ്കൽ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് തലകീഴായി നിൽക്കാനോ സംസ്കൃത പാണ്ഡിത്യമോ പത്മാസനത്തിൽ ഇരിക്കാനോ ഒന്നും അറിയില്ല. അപ്പോൾ പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി എന്ന് ശ്രീകൃഷ്ണ പരമാത്മാവ് ഭഗവത്ഗീതയിൽ 9-ാം അധ്യായത്തിൽ പറയുന്നതിൻ്റെ ഭാഗമാണ്. നീ തരുന്ന ഐറ്റങ്ങൾ പത്രം ഇലയാണെങ്കിലും പുഷ്പമാണെങ്കിലും ഫലം പഴങ്ങളാണെങ്കിലും തോയം ജലാദി വസ്തുക്കൾ വെച്ച് നിവേദ്യങ്ങൾ ഇതെന്താണെങ്കിലും അത് തരുന്ന സമയത്തുള്ള മനസ്സിൻ്റെ അവസ്ഥയെയാണ് യോമേ ഭക്തിയാ പ്രയച്ഛതി. ആ സമയത്ത് എൻ്റെ ഉള്ളിലുള്ളതായ ഭക്തിയെ മാത്രമാണ് ഞാൻ എടുക്കുക, മെറ്റീരിയൽസ് അതുപോലെ തിരിച്ചു തരുന്നു. അതുകൊണ്ട് സ്റ്റേറ്റ് ഓഫ് ലെവൽ അല്ലെങ്കിൽ പ്രോട്ടോകോൾ ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ലെവൽ ഓഫ് മൈൻഡ് ഇതിൻ്റെ എല്ലാം എഫിഷ്യൻസിക്ക് അനുസരിച്ചിട്ട് പലതരത്തിലുള്ളതായ അനുഷ്ഠാനങ്ങൾ ചെയ്യും. प्रथम अध्याय पूर्णाहुति